ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. വെല്ലിമ്മാനെ കോയമ്പത്തൂർ PST ഹോസ്പിറ്റലിലാണ് ചെക്കപ്പിനെ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ചെക്കപ്പ് ഡേ ആണ്. അപ്പം ഞാനും വെല്ലിമ്മയും എൻ്റെ താത്തയും മാമാൻ്റെ മോളും കൂടിയിട്ടാണ് ചെക്കപ്പിനായിട്ട് വന്നത്. ഞങ്ങൾ രാവിലെ 7 മണിക്ക് തന്നെ ബസ്സിലാണ് വന്നത്. നമുക്ക് പാലക്കാട് നിന്നും കോയമ്പത്തൂർക്ക് ഡയറക്റ്റ് ബസ്സുണ്ട്. പിന്നെ ഉക്കടത്തു നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നമ്മൾ ഓട്ടോ പിടിച്ചിട്ട് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഹോട്ടൽ അരവിന്ദ് മെസ്സിൽ നിന്ന് കഴിച്ചു. ഇത് PSTന് ശരിക്കും ബാക്കിലത്തെ ഒരു വഴിയാണ്. അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഏക്കർ കണക്കിനുള്ള ഹോസ്പിറ്റലാണിത്. രാവിലെ നേരത്തെ വന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ടോക്കൺ എടുത്തിട്ട് ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു പെട്ടെന്ന് പോകാമല്ലോ. അപ്പോൾ രാവിലെ നേരത്തെ തന്നെ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം ടോക്കണൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഞങ്ങൾ ഏകദേശം അവിടെ എത്താനായിട്ട് ഒരു 8-9 മണീൻ്റെ ഉള്ളിലൊക്കെ എത്തി. 1 അവർ ട്രാവൽ ഉണ്ട് കോയമ്പത്തൂരിലേക്ക്. ടൗണിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റൽ വരുന്നത്. ടോക്കൺ എടുത്തതിന് ശേഷം ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ ലിഫ്റ്റിന് വേണ്ടി കാത്തുന്നപ്പോൾ അത് കുറേ നേരമായിട്ട് വരുന്നില്ല. പിന്നെ ഞങ്ങൾ സ്റ്റെപ്പിലൂടെ മേലിലേക്ക് പോയി. അവിടെ പോയപ്പോഴാണ് പറയുന്നത് ഡോക്ടർ ഇനിയും വരാൻ ടൈം ആവുന്നു, നിങ്ങൾ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഡോക്ടർ വരാനായിട്ട് 2 hours ഇനിയും എടുക്കും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വാഷ്റൂമിൽ പോയിട്ട് വന്ന് ഫ്രഷ് ആയിട്ടതിന് ശേഷം വീണ്ടും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ക്യാൻറ്റീനിൽ പോയി 2 ബജ്ജി വാങ്ങി. കഴിച്ചതിന് ശേഷം വെറുതെ ഇരിക്കേണ്ട, കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. PST ഹോസ്പിറ്റൽ മാത്രമല്ല, ഇവർക്ക് സ്കൂള്, ഇൻസ്റ്റിറ്റ്യൂട്ട്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അങ്ങനെ എല്ലാതും ഈ ഒരു ടൗണിൻ്റെ ഒരേ കോമ്പൗണ്ടിലാണ് വരുന്നത്. പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ നടന്ന് പിന്നെ നല്ല ചൂടായതുകൊണ്ട് ഞങ്ങൾ 3 കൂടി ഒരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം വാങ്ങി. പിന്നെ അവിടുന്ന് ഡോക്ടറിനെ കാണിച്ചതിന് ശേഷം പിന്നെ കഴിക്കാൻ വേണ്ടി പോയി. ഉച്ചയ്ക്ക് ഒരു 12:45 ആയി ടൈം. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള SSC ഹൈദരാബാദി ബിരിയാണി കടയിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഇവിടെ എത്തിയിട്ട് ഇവിടെ ഓർഡർ ആക്കിയത് ഇവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള SSC ചിക്കൻ ഹൈദരാബാദി ബിരിയാണിയാണ്. ഇതിനായിരുന്നു കൂടുതൽ ഹൈപ്പ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ടേസ്റ്റ് അതിൻ്റെ നോക്കണമല്ലോ. ഞങ്ങൾ 2 ചിക്കൻ ബിരിയാണി ആയിരുന്നു ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല ക്വാണ്ടിറ്റിയിലായിരുന്നു ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നത്. അതിനോട് സലാഡ് വന്നു. പിന്നെ ഇവിടെ സ്പെഷ്യലായിട്ടുള്ള ബ്രെഡ് അലുവയും പിന്നെ പിന്നെ ഒരു കത്തിരിക്ക കുഴമ്പ് ഉണ്ടായിരുന്നു. അത് ഈ ഒരു ബിരിയാണിയുടെ കൂടെ സ്പെഷ്യലാണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അത് വന്നു. അതിൻ്റെ പുറമെ നമ്മൾ ഓർഡർ ചെയ്ത ചിക്കൻ ബിരിയാണി വന്നു. ചിക്കൻ ബിരിയാണിയിലെ കൂടെ ചിക്കനും ഉണ്ട്, അതേപോലെ മുട്ടയും വരുന്നുണ്ട്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ശരിക്കും 2 പേർക്കുള്ളതൊക്കെ 4 പേർക്ക് കഴിക്കാം. ഒരു ബിരിയാണി ഓർഡർ ചെയ്താൽ തന്നെ 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ബില്ലൊക്കെ പേ ചെയ്തിട്ട് അവിടുന്ന് ഇറങ്ങി. ഏകദേശം സമയം ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇപ്പോൾ പാലക്കാട് പോകണ്ട പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ നടക്കാൻ തുടങ്ങി. നടക്കുമ്പോഴാണ് ചെന്നൈയിൽ സിൽക്സ് കണ്ടത്. പിന്നെ അവിടെ നല്ല ഓഫറും പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. സ്പെഷ്യൽ ഓഫറും ആടി സെയിൽ പ്രമാണിച്ചിട്ട് അവിടെ നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള വെറൈറ്റി സാരീസ് ഉണ്ട്. അത് ഓരോ പ്രൈസ് റേഞ്ചിലാണ്. 500 to 1000, 1000 to 2000 അങ്ങനെ പല റേഞ്ചിലാണ് അവിടെ ഉള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമായിട്ട് ഒരു സാരീൻ്റെ ഹ്യൂജ് കളക്ഷൻസ് ഉണ്ട്. അത് പലതരത്തിലുള്ള മെറ്റീരിയൽ വരുന്നതാണ്. ബ്രാൻഡഡ് സാരി, ലൈറ്റ് വെയ്റ്റ് സാരി, കോട്ടൺ സാരി, ഖാദി കോട്ടൺ, അങ്ങനെ പലതിലുള്ള സാരീൻ്റെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ അവർ അങ്ങനത്തെ ഒരു കാർഡ് പ്രൊവൈഡ് ചെയ്തു ഓരോ ഫ്ലോറിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട്.
സാരികൾ മാത്രമല്ല കേട്ടോ, എല്ലാ ഐറ്റംസും ഉണ്ട്. ഞാൻ ഒരു സൈഡിലേക്ക് പോയപ്പോൾ അവിടെ ബ്ലൗസിൻ്റെ മാത്രം ഹ്യൂജ് കളക്ഷൻസ്, റെഡിമെയ്ഡ് ബ്ലൗസുകളുണ്ട്. അങ്ങനെ ലേഡീസ് ഐറ്റംസ് എല്ലാം അതും ഉണ്ട്. ടവൽസ് അതൊക്കെ ഇങ്ങനെ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലാണ് വരുന്നത്. ഞങ്ങൾ പിന്നെ ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ നോക്കാൻ നിന്നുള്ളൂ. കുറേ നേരം അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിപ്പോയി. ഇനി മേലേക്ക് നിന്ന് കഴിഞ്ഞാൽ ടൈം ഒരുപാട് നേരം ആവും. നമുക്ക് അവിടുന്ന് 2 ഇഷ്ടമായി. അതിലൊന്ന് സെലക്ട് ചെയ്തിട്ട് ബില്ല് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഈ ഒരു കോയമ്പത്തൂർ വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനത്തെ ഞാൻ പുതിയ വ്ളോഗ്സ് ആയിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.